ഓക്കെ, അപ്പോൾ നമ്മൾ MPC 004 അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജിയാണ്. അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നേച്ചറും കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഡിസ്കസ് ചെയ്തു. പിന്നെ അതിൻ്റെ ഡെഫിനിഷൻസ് എന്താണെന്ന് അല്ലെ സ്കോപ്പ് പറഞ്ഞ്, പിന്നെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആണ് പറഞ്ഞിരുന്നത്. അതിൽ എമർജൻസ് ഓഫ് മോഡേൺ സോഷ്യൽ സൈക്കോളജി, അതിൽ നമ്മളെ സോഷ്യൽ ത്രൂ ബിഫോർ തോട്ട് ബിഫോർ ആൻഡ് അഡ്വെന്റ് ഓഫ് സോഷ്യൽ സയൻസ്, പിന്നെ ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് പറഞ്ഞു, പീപ്പിൾ സൈക്കോളജി, മാസ് സൈക്കോളജി, പിന്നെ ദ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് സോഷ്യൽ സൈക്കോളജി. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ദ ബിഗിനിങ് ഓഫ് എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്, പിന്നെ മിഡിൽ റേഞ്ച് തിയറീസ്. ഇത്രയും കാര്യങ്ങളാണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റിൽ പറയാനുള്ളത്. അപ്പൊ നമുക്ക് നേരെ അതിലേക്ക് പോവാം. ദ ബിഗിനിങ് ഓഫ് എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്. അപ്പോൾ എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നാണ് ഇനി പറയുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സോഷ്യൽ സൈക്കോളജി എക്സ്പെരിമെന്റൽ സൈക്കോളജി ആയിട്ട് വികസിച്ചു. പിന്നെ അത് ആ രീതിയിൽ വികസിക്കാൻ തുടങ്ങി. സോഷ്യൽ സൈക്കോളജി ആദ്യം ജസ്റ്റ് ഫിലോസഫി, പിന്നെ അതിങ്ങനെ എന്താ മിത്ത് ആ രീതിയിൽ വന്ന് പിന്നെ അത് എക്സ്പെരിമെന്റൽ ആയിട്ട് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. ഇനി അങ്ങനെ ഉണ്ടായ ചില പ്രധാന വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാൻ പോകുന്നത്. ഈ ഒരു എക്സ്പെരിമെന്റൽ റിസർച്ച് നടത്തിയതിന്റെ ഫലമായിട്ട് എന്തൊക്കെ വികസനങ്ങളൊക്കെയാണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നോർമൻ ട്രിപ്ലെറ്റ് ആണ്. 1897 ഇദ്ദേഹം ആദ്യമായിട്ട് നടത്തിയ ഒരു പഠനമാണ്. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ ഒരു പഠനം നടത്തിയത്. ഇതിൽ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസ് മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ ഇംപ്രൂവ് ആകുന്നത് എന്നതിനെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഡൈനാമോജനിക് എഫക്ട്സ് ഓഫ് പേസ് മേക്കിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ പെർഫോമൻസ് മറ്റൊരാളുടെ പ്രസൻസിൽ ഇംപ്രൂവ് ആവുന്നുണ്ട് എന്നാണ് സോഷ്യൽ സൈക്കോളജി പറയുന്നത്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഡൈനാമോജനിക് ഇഫക്ട്സ് ഓഫ് പേസ് മേക്കിംഗ് എന്ന് പറയുന്നത്. അതാണ് നോർമൻ ട്രിപ്ലെറ്റ് പറഞ്ഞത്. പിന്നെ വാൾട്ടർ മോഡെ ആൻഡ് ഫ്ലോയിഡ് ആൽപോർട്ട് പറഞ്ഞത് എന്താന്ന് വെച്ചിട്ട്, ഇവരുടെ ഒരു പരീക്ഷണത്തിൽ ഒരു വ്യക്തിയുടെ പെർഫോമൻസ് ഒറ്റക്കാകുമ്പോഴും ഒരു ഗ്രൂപ്പിലാകുമ്പോഴും എങ്ങനെയാണെന്ന് കമ്പയർ ചെയ്തു നോക്കി. അവർ ചെയ്തത്, ഒരു വ്യക്തി ഒരു കാര്യം ഒറ്റക്ക് ചെയ്യുന്ന സമയത്താണോ അതോ ഒരു ഗ്രൂപ്പുമായി ചേർന്ന് ചെയ്യുമ്പോഴാണോ പ്രൊഡക്ടിവിറ്റി കൂടുതൽ എന്ന് നിരീക്ഷിച്ചു. അപ്പൊ ഇവർ കണ്ടെത്തിയത് എന്താന്ന് വെച്ചാല്, ഒരു ഗ്രൂപ്പിലാകുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് അവർ കമ്പയർ ചെയ്ത സമയത്ത് അതിൽ നിന്നും അവർ ഗ്രൂപ്പിലായിരിക്കുമ്പോൾ വ്യക്തിയുടെ പെർഫോമൻസ് കൂടുതൽ മെച്ചപ്പെട്ടതായിട്ട് കണ്ടെത്തി. അപ്പോൾ ഒരു വ്യക്തി എന്ന് വെച്ചാൽ അയാൾ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇതിന് സോഷ്യൽ ഫാസിലിറ്റേഷൻ എഫക്റ്റ് എന്ന് പറയുന്നുണ്ട്. ഇതാണ് വാൾട്ടർ മൊഡേറും ആൻഡ് ഫ്ലോയിഡ് ആൽപോർട്ടും പറയുന്നത്. ദെൻ ആൽപോർട്ടിന്റെ തന്നെ 1924 ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പെരിമെന്റൽ റിസർച്ച് വ്യാപകമായിട്ട് ഉപയോഗിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു അപ്രോച്ചിന്റെ വളർച്ചയിൽ, ഈ ഒരു സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞ അപ്രോച്ചിന്റെ വളർച്ചയിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു സമയത്ത് പ്രധാന റിസർച്ച് ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് ഇനി നോക്കുന്നത്. അതിലൊന്നാണ് ആറ്റിറ്റ്യൂഡ് മെഷേഴ്സ്. ഇത് എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ഫോം ചെയ്യുന്നത്, അതുപോലെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കാനാണ് ഈ ആറ്റിറ്റ്യൂഡ് മെഷേഴ്സ് എന്നുള്ള ഇത് പറഞ്ഞിട്ടുള്ളത് റിസർച്ച് ഏരിയ. പിന്നെ ഉള്ളത് സോഷ്യൽ നോംസ് ആണ്. ഇതിൽ സാമൂഹികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് പഠിക്കാൻ ശ്രമിച്ചത്. സാമൂഹികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള സ്ഥാനങ്ങള്, പൊസിഷൻസ്, ഇതൊക്കെ എങ്ങനെ ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നു എന്ന്
ആണ് അവർ പഠിക്കാൻ ശ്രമിച്ചത്. പിന്നെ അഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ ഡൊളാർഡ്, ഡൂഡ് ആൻഡ് മില്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവര് എന്താ ഈ സൈക്കോളജിസ്റ്റ് എന്താ ചെയ്തത് വെച്ചാൽ ഈ റിസർച്ചേഴ്സ് ഇവര് ഒരു ഗ്രൂപ്പിന്റെ ഇവര് എന്താ ചെയ്താൽ ഫ്രസ്ട്രേഷനെ അഗ്രഷനുമായിട്ട് ബന്ധപ്പെടുത്തി. ഫ്രസ്ട്രേഷൻ, അഗ്രഷൻ ഇതൊക്കെ ഒരു മനുഷ്യന്റെ സ്വഭാവങ്ങളാണ്. സോഷ്യൽ സൈക്കോളജിയിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അഗ്രഷനൊക്കെ. അപ്പൊ ഈ അഗ്രഷനെ എന്താ ചെയ്തത്, ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ഫ്രസ്ട്രേഷനെ അഗ്രഷനുമായിട്ട് ബന്ധപ്പെടുത്തി ലിങ്ക് ചെയ്തു അവർ ചെയ്തത്. അങ്ങനെയാണ് അവർ പഠനം നടത്തിയത്. പിന്നെ ഉള്ളത് ലീഡർഷിപ്പ് ആൻഡ് ഗ്രൂപ്പ് പ്രോസസ്സാണ്. ഇതിൽ കർട്ട് ലിവിൻ, ലിപ്പിറ്റ് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റിസർച്ചേഴ്സ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ 1939 ഇവര് ഗ്രൂപ്പിന്റെ ഡൈനാമിക്സും ലീഡർഷിപ്പ് സ്റ്റൈൽസും ആണ് പഠിച്ചത്. അപ്പോൾ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അതിന്റെ സ്റ്റൈൽസ്, അതുപോലെ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളൊക്കെയാണ് പഠിക്കാൻ ശ്രമിച്ചത്. ഓക്കെ. ഇനി കേർട്ട് ലിവിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ഇതിൽ തന്നെ. കേർട്ട് ലിവിന് നമ്മൾ പറഞ്ഞു, കേർട്ട് ലിവിന്റെ ഗ്രൂപ്പ് ലീഡർഷിപ്പ് ഈ പ്രോസസ്സിൽ കേർട്ട് ലിവിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്താണെന്നാണ് നോക്കുന്നത്. അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു സംഭാവന എന്താണെന്നാ നോക്കണം. 1948 ഇത് എന്താണ് ഇതിനെ MIT എന്നുള്ളതിൽ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു റിസർച്ച് സെന്റർ, MIT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു റിസർച്ച് സെന്റർ സ്ഥാപിച്ചു. ഗ്രൂപ്പ് ഡൈനാമിക്സ് റിസർച്ച് ചെയ്യാനായിട്ട് അവർ ഒരു റിസർച്ച് സെന്റർ സ്ഥാപിച്ചു. അപ്പോൾ കേർട്ട് ലിവിനെ തന്നെ ഫാദർ ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയുടെ ഫാദർ ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഫാദർ ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഈസ് കേർട്ട് ലിവിൻ. ഓക്കെ. എന്നിട്ട് ഇതിൽ അദ്ദേഹം സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ഡൈനാമിക്സ് പഠിക്കാനായിട്ടൊരു റിസർച്ച് ലാബ് അല്ലെങ്കിൽ റിസർച്ച് സെന്റർ സ്ഥാപിച്ചു. പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസത്തിൽ പ്രധാനപ്പെട്ട സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ ലാബിലെ പരീക്ഷണങ്ങളുമായി പഠിക്കാമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. പക്ഷേങ്കിൽ 20-ാം നൂറ്റാണ്ടില് ഇതെന്താന്ന് വെച്ചാല് അപ്പൊ ഈ ഒരു സമയത്ത് എന്താന്ന് വെച്ചാല് 20-ാം നൂറ്റാണ്ടിൽ ഈ ഒരു സംഭവത്തിന് വീണ്ടും മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ മിഡ് 20th സെഞ്ചുറി ചാലഞ്ചസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ഉണ്ടായിരുന്ന നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ എക്സ്പെരിമെന്റൽ റിസർച്ചും അതുപോലെ റിയൽ സോഷ്യൽ ഇഷ്യൂസുമായിട്ട് ബാലൻസ് ചെയ്തു പോകുക എന്നത് വളരെ പ്രയാസമായിരുന്നു. കേർട്ട് ലിവിൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം എക്സ്പെരിമെന്റൽ ലാബിൽ എക്സ്പെരിമെന്റ് വഴി എല്ലാ മേജർ ആയിട്ടുള്ള എല്ലാ സോഷ്യൽ ഇഷ്യൂസും പഠിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചു. പക്ഷേങ്കിൽ എക്സ്പെരിമെന്റൽ റിസർച്ചിനെയും അതുപോലെ റിയൽ സോഷ്യൽ ഇഷ്യൂസും ആയിട്ട് ഒരു എന്താ പറയാ ഒരു ലാബിൽ നടത്താൻ പറ്റുന്ന ഒരു ഇതല്ല. അത് പ്രയാസമായിരുന്നു. അങ്ങനെ നടത്തി കൊണ്ടുപോവുക എന്നത് പ്രയാസകരമായിരുന്നു. അതിനാൽ തിയറിറ്റിക്കലും അതുപോലെ എക്സ്പെരിമെന്റലായിട്ടുള്ള അറിവുകൾ സമാനമായിട്ട് വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോഴാണ് ഈ 20th സെഞ്ചുറിയിൽ ഇത്തരം ചാലഞ്ചസ് ഉയർന്നു വന്ന സമയത്ത് മറ്റ് സൈക്കോളജിസ്റ്റ് കുറച്ച് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സോളമൻ ആസ്റ്റ് ആണ്. അദ്ദേഹം 1950 കൺഫേമിറ്റിയെ കുറിച്ച് സ്റ്റഡി നടത്തി. പിന്നെ ലിയൻ ഫെസ്റ്റിംഗർ 1950 തന്നെ കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി ഡെവലപ്പ് ചെയ്തു. പിന്നെ ഫ്രിറ്റ്സ് ഹെയ്ദർ ആൻഡ് ഹാർലോഡ് കെല്ലിയും പിന്നെ അതുപോലെ ഇ ജോൺസും എന്താ ചെയ്തത്, ഇവര് വർക്ക് ചെയ്തത് ആട്രിബ്യൂഷൻ തിയറിയിലാണ്. ഇതിൽ എങ്ങനെയാണ് ആളുകളുടെ പെരുമാറ്റങ്ങളെ എങ്ങനെ ആളുകൾ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളെ സ്വാധീനിക്കുന്നു, പിന്നെ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് അവർ പഠിച്ചത്.
ഈ ഒരു കാലഘട്ടം സോഷ്യൽ സൈക്കോളജിയെ കോഗ്നിറ്റീവ് സൈക്കോളജിയുമായിട്ട് കൂടുതൽ അടുപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെയാന്ന് വെച്ചാല് തോട്ട്, ജഡ്ജ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ് തുടങ്ങിയ കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. അതിലാണ് കൂടുതൽ ഇവർ ഫോക്കസ് ചെയ്തത്. ഫസ്റ്റ് നമുക്കറിയാം, ഫസ്റ്റ് കാലഘട്ടത്തിൽ എന്താണ് കൂടുതൽ മിത്ത്, ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നതെങ്കിൽ പിന്നെ 20th സെഞ്ചുറിയിലേക്ക് വന്നപ്പോൾ അത് കോഗ്നിറ്റീവ് പ്രോസസ്സാണ് കൂടുതൽ അവര് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. സോഷ്യൽ ആയിട്ടുള്ള സ്റ്റഡീസ് വരുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ കോഗ്നിറ്റീവ് പ്രോസസ്സ് ലൈക്ക് തിങ്കിങ്, അതുപോലെ ജഡ്ജ്മെന്റ്, ഡിസിഷൻ മേക്കിംഗ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇനി പറയാൻ പോകുന്നത് നമ്മളെ നെക്സ്റ്റ് ഇതാണ്, ഏഴാമത്തെ ഭാഗമാണ് മിഡിൽ റേഞ്ച് തിയറീസ് ആണ്. അപ്പോൾ മിഡിൽ റേഞ്ച് തിയറീസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് സോഷ്യൽ സൈക്കോളജിയിലെ മിഡിൽ റേഞ്ച് തിയറീസ് സോഷ്യൽ ലൈഫിന്റെ എല്ലാ ഭാഗങ്ങളെയും കവർ ചെയ്യുന്നത് അല്ലായിരുന്നു. ചില ഭാഗങ്ങൾ മാത്രമേ കവർ ചെയ്യല്ലേ, എല്ലാ ഭാഗങ്ങളും ഇത് കവർ ചെയ്ത് പോവില്ല. അപ്പോൾ സോഷ്യൽ ബിഹേവിയറിന്റെ ചില സ്പെസിഫിക് ആസ്പെക്റ്റ് മാത്രമാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്, ഈ ഒരു പ്രോസസ്സ് മാത്രം. അപ്പോൾ മറ്റുള്ള പ്രോസസ്സുകളൊക്കെ അവരത് തഴഞ്ഞു കളയുമായിരുന്നു. അപ്പോൾ ഈ തിയറികൾ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ആരാണെന്നറിയോ? റോബർട്ട് മേർട്ടൺ ആയിരുന്നു. ഇത്തരത്തിലുള്ള തിയറീസ് ഒക്കെ ആദ്യമായിട്ട് ഇതിനൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തത്, ഇത് ഫസ്റ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്തത് റോബർട്ട് മേർട്ടൺ ആയിരുന്നു. അദ്ദേഹം മെയിനായിട്ടും ഫോക്കസ് ചെയ്തത് ഏതൊക്കെയെന്ന് വെച്ചാൽ നാരോ ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമായിരുന്നു അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത്. ഇനി ഇതിലെ ഈ മിഡിൽ റേഞ്ച് തിയറീസിന്റെ ഭാഗത്തിലെ ചില പ്രധാന വിവരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മിഡിൽ റേഞ്ച് തിയറീസിൽ അതിൽ വരുന്ന ചില തിയറികളാണ് ഫ്രസ്ട്രേഷൻ, അഗ്രഷൻ, പിന്നെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, കോഗ്നിറ്റീവ് ഡിസോണൻസ്, കോഓപ്പറേഷൻ ആൻഡ് കോമ്പറ്റീഷൻ. ഇതൊക്കെ മിഡിൽ റേഞ്ച് തിയറീസിൽ വരുന്ന തിയറികളാണ്. പിന്നെ കുറച്ച് ചില പ്രധാന പ്രസ്ഥാനങ്ങളാണ്, മേജർ ട്രെൻഡ്സ് ആണ് ഇനി നോക്കുന്നത്. ബിഹേവിയറിസം ഉണ്ട്, സൈക്കോ അനാലിസിസ്, കോഗ്നിറ്റീവിസം ആൻഡ് ഇന്ററാക്ഷനിസം. ഇവയൊക്കെ റിലേറ്റ് ചെയ്താണ് ഈ ഒരു മിഡിൽ റേഞ്ച് തിയറീസിൽ ഓരോ തിയറീസും പഠിച്ചിരുന്നത്. ഈ ഒരു പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനം, സൈക്കോ അനാലിസിസ്, അതുപോലെ കോഗ്നിറ്റീവിനെ കുറിച്ചുള്ള, അങ്ങനെ കുറച്ച് ഫീൽഡുകളാണ്. സൈക്കോളജിയുടെ തന്നെ കുറച്ച് സബ് ഫീൽഡുകളാണിത്. ഇതൊക്കെ റിലേറ്റ് ചെയ്താണ് ഈ മിഡിൽ റേഞ്ച് തിയറീസ് പഠിച്ചിരുന്നത്. ഇനി ഇതില് ബിഹേവിയറസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പറഞ്ഞു കുറച്ച് മേജർ ആയിട്ടുള്ള ട്രെൻഡ്സ് ആണ്. അപ്പൊ ഇതിൽ ബിഹേവിയറിസം എന്ന് പറയുന്നത് ഇത് ഫോക്കസ് ചെയ്യുന്നത് ഒബ്സർവബിൾ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ്. നമുക്ക് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് കണ്ടിട്ട് ഇയാൾ ഇതാണ് ചെയ്യുന്നത്, ഇപ്പൊ അയാൾ നടന്നു പോകുന്നുണ്ട്, അത് ഒരു ഒബ്സർവബിൾ ആയിട്ടുള്ള, അയാൾ എങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. അപ്പൊ അത് ഒബ്സർവബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. അപ്പോ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇപ്പൊ അയാളുടെ കാലിൽ ഒരു കല്ല് കുത്തിയാൽ ആ ഒരു സ്റ്റിമുലിയോട് അയാൾ എങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നു, ഇതൊക്കെ ഒബ്സർവബിൾ ആണ്, നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ബിഹേവിയറിസത്തിൽ ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, പിന്നെ സ്റ്റിമുലികളോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നാണ് മെയിനായിട്ട് നോക്കിയിരുന്നത്. പിന്നെ വരുന്നത് സൈക്കോ അനാലിസിസ് ആണ്. ഈ ഒരു സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞ ഫീൽഡിൽ പഠിക്കുന്നത് മെയിനായിട്ടും പേഴ്സണാലിറ്റിയും പിന്നെ സോഷ്യലൈസേഷനുമാണ്, പിന്നെ അഗ്രഷനും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് സൈക്കോ അനാലിസിസിൽ പഠിക്കുന്നത്. പിന്നെ കോഗ്നിറ്റീവിസത്തിൽ പറയുന്നത് തിങ്കിങ് പ്രോസസ്സ് നിരീക്ഷിച്ച് അത് എങ്ങനെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നു എന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഒരാളുടെ തിങ്കിങ് പ്രോസസ്സ്, അയാൾ എന്താണ് ചിന്തിക്കുന്നത്, അത് നമുക്ക് ഒരിക്കലും ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെങ്കിൽ അയാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള പ്രോസസ്സിനെ നിരീക്ഷിച്ചിട്ട് അത് അയാളുടെ ബിഹേവിയറിനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നിരീക്ഷിച്ചിട്ട് ഒബ്സർവ് ചെയ്തിട്ട് പഠിക്കുന്നതിനാണ് കോഗ്നിറ്റീവിസം എന്ന് പറയുന്നത്. ഓക്കെ,
ദെൻ ഇൻട്രാക്ഷനിസം എന്താണെന്നാണ് ഇനി നമ്മൾ പറയുന്നത്. ഇതിൽ നോക്കുന്നത് എങ്ങനെയാണ് വ്യക്തികൾ സൊസൈറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നാണ്. ഇപ്പോൾ സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്, അതുപോലെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സൊസൈറ്റിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്സും അതുപോലെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ എന്ന് ഈ ഇന്ററാക്ഷനിസത്തിൽ പഠിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മേജർ ട്രെൻഡ്സ് ആയിട്ട് ഈ മിഡിൽ റേഞ്ച് തിയറീസിൽ വരുന്നത്. ബിഹേവിയറിസം, സൈക്കോ അനാലിസിസ്, കൊഗ്നിറ്റീവിസം, ഇന്ററാക്ഷനിസം, ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഇത്തരം ഈ ഇത്തരം തിയറീസിന്റെ ഒക്കെ ഒരു എന്താണ് സ്റ്റാറ്റസ് എന്താണെന്നാണ്. ഇപ്പൊ ആ ഒരു മിഡിൽ റേഞ്ച് ഭാഗത്ത് എന്താണ് 20th സെഞ്ചുറിയുടെ മിഡിലിൽ എന്താണ് എങ്ങനെയായിരുന്നു എന്നാണ്. അപ്പോൾ സൈക്കോ അനാലിസിസ് ആണെങ്കിൽ, സൈക്കോ അനാലിറ്റിക് ആണെങ്കിൽ അത് എന്താന്ന് വെച്ചാൽ അതിന്റെ ഒരു സ്വാധീനം കുറഞ്ഞു വന്നു. ഈ ഒരു മിഡിൽ റേഞ്ച് തിയറീസിൽ സൈക്കോ അനാലിറ്റിക് തിയറിയുടെ സ്വാധീനം കുറഞ്ഞു വന്നു. പിന്നെ കോഗ്നിറ്റീവിസത്തിന്റെ ആണെങ്കിൽ അത് നല്ല രീതിയിൽ ഒരു സ്ഥിരമായിട്ടുള്ള സ്വാധീനം, സ്റ്റേബിൾ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ആണ് കാണിച്ചത്. അതുപോലെ ബിഹേവിയറിസ്റ്റിക്കിലാണെങ്കിൽ അതിൽ കൂടുതലായിട്ടാണ് സിഗ്നിഫിക്കൻസ് കാണിച്ചത്. അത് ഇൻക്രീസ് ചെയ്യാണ്, അതിന്റെ സ്വാധീനം നാൾക്കു നാളെ ഉയർന്നു വരികയാണ് ചെയ്തത്. കാരണം ബിഹേവിയറിസ്റ്റ് ആണ് കൂടുതലും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് കോൺട്രിബ്യൂഷൻസ് ടു സോഷ്യൽ സൈക്കോളജിയുടെ സംഭാവനകൾ എന്തൊക്കെയാണ് ഈ മിഡിൽ റേഞ്ച് തിയറീസിൽ. മിഡിൽ റേഞ്ച് തിയറീസ് എന്ന് പറഞ്ഞാൽ 20th സെഞ്ചുറിന്റെ ആ ഒരു മിഡിൽ സമയത്ത് എന്തൊക്കെയാണ് കോൺട്രിബ്യൂഷൻസ് സോഷ്യൽ സൈക്കോളജിക്ക് ഉണ്ടായത്. അപ്പൊ അതിൽ ബിഹേവിയറിസത്തിൽ വരുന്നത് എന്താ വെച്ചാൽ എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ഇതില് സോഷ്യലൈസേഷനും റിവാർഡ്സും പണിഷ്മെന്റ്സ് തുടങ്ങിയിട്ടുള്ളവയുടെ പഠനങ്ങളാണ് ഉൾപ്പെടുത്തിയത്. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ റിവാർഡ്സ്, പണിഷ്മെന്റ്. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടുക. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകൾക്കിടയിലേക്ക് മിങ്കിളാവുക. അപ്പൊ അതിനെക്കുറിച്ചും, പിന്നെ റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് അപ്രസിയേഷൻസ് നൽകുക, അല്ലെങ്കിൽ ഗിഫ്റ്റ് നൽകുക, അല്ലെങ്കിൽ റിവാർഡ്സ് ഒക്കെ നൽകുക, അതാണ്. പിന്നെ പണിഷ്മെന്റ്സ് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള പ്രവണതകൾ കാണുമ്പോൾ അതിനനുസരിച്ചുള്ള പണിഷ്മെന്റ് നൽകുക. ഇതിനൊക്കെയാണ് ബിഹേവിയറിസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു പഠനം നടന്നിരുന്നത്. പിന്നെ സൈക്കോ അനാലിസിസിലാണെങ്കിൽ അതോറിറ്റേറിയൻ പേഴ്സണാലിറ്റി തിയറി പോലെയുള്ള സംഭാവനകളാണ് ഉണ്ടായത്. അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, അതോറിറ്റി പേഴ്സണാലിറ്റി, ഒരാള് മറ്റൊരാള് ഒരു എന്താ പറയാ നായകത്വം എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ ഒരു സൊസൈറ്റിയിൽ ഒരാള് മറ്റുള്ളവരെ എന്താ പറയാ നേതൃത്വം നൽകുന്ന, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതോറിറ്റേറിയൻ പേഴ്സണാലിറ്റി. അല്ലെങ്കിൽ ഹൈ ലെവലായിട്ടുള്ള ഇപ്പോൾ നമ്മളെ പൊളിറ്റീഷ്യൻസ്, ഇതൊക്കെ അതോറിറ്റേറിയൻ പേഴ്സണാലിറ്റി ഉള്ളവരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഇതൊക്കെ എങ്ങനെയാന്ന് നോക്കുന്ന തിയറി ആയിരുന്നു. അതും ഈ ഒരു ഭാഗത്ത് സൈക്കോ അനാലിസിസിൽ ഉള്ള ഒരു സംഭാവനയാണ്. പിന്നെ കോഗ്നിറ്റീവിസം എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് ബാലൻസ്, കോഗ്നിറ്റീവ് ഡിസോണൻസ് പോലെയുള്ള സംഭാവനകളാണ്. കോഗ്നിറ്റീവ് ആയിട്ടുള്ള ബാലൻസ്, പിന്നെ ഡിസോണൻസ് എന്ന് പറഞ്ഞാൽ അസ്ഥിരത, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചു ആ സമയത്ത്. പിന്നെ ഇന്ററാക്ഷനിസത്തിൽ എന്താന്ന് വെച്ചാൽ സിംബോളിക് ഇന്ററാക്ഷനിസം തിയറി, പിന്നെ റോൾ തിയറി, റെഫറൻസ്, പിന്നെ വരുന്നത് ഗ്രൂപ്പ് തിയറി പോലെയുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ഇതിലുണ്ടായിരുന്നത്, മെയിനായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറിയിൽ ഒരു വ്യക്തി സാമൂഹിക പ്രചോദനങ്ങളെയോ അതുപോലെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ ബാധിക്കുന്ന സ്പെസിഫിക് സോഷ്യൽ ബിഹേവിയേഴ്സ് മനസ്സിലാക്കാൻ ഹെൽപ്ഫുൾ ആയിരുന്നു നമ്മുടെ ഈ ഒരു മിഡിൽ റേഞ്ച് തിയറീസ്. അപ്പോൾ സോഷ്യൽ ഡിറ്റർമിനൻസ്, ബിഹേവിയർ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും ഇപ്പോഴും നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു മിനിറ്റ്.
ഇനി നമ്മൾ പറയുന്നത് നെക്സ്റ്റ് ഇതാണ്. ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജിയാണ്. സോഷ്യൽ സൈക്കോളജിയുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആണ്. ഇതിപ്പോ നമ്മൾ ഇത്രയും പറഞ്ഞൊരു ഇതുണ്ടല്ലോ, അതിന്റെ ഒരു നമുക്കറിയാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ടിലുള്ള ഡീറ്റെയിൽസ് ഒന്ന് സമ്മപ്പ് ചെയ്തതാണ് ഇത്. അപ്പൊ ഇത് നമ്മളിപ്പോ ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് ഒറ്റ ടേബിളിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഏർലി ഇയേഴ്സ് ആണ് 1908 ഒക്കെ, 1908, അതുപോലെ 1939 വരെയാണ് ഏർലി ഇയേഴ്സ്, നമ്മുടെ സോഷ്യൽ സൈക്കോളജിയുടെ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ എന്താ യൂത്ത് എന്ന് പറയുന്നത്, എന്താ ഒരു യുവത്വ കാലഘട്ടം. സോഷ്യൽ സൈക്കോളജി രൂപീകരിച്ചിട്ട് അങ്ങനെയുള്ള ഒരു കാലഘട്ടം 1940 മുതൽ 1960 വരെയുള്ള കാലഘട്ടമായിരുന്നു. പിന്നെ അതൊരു മെച്ചേർഡ് ആയിട്ടുള്ള ഒരു ഫീൽഡായിട്ട് മാറിയത് 1970 മുതൽ 1980 കാലഘട്ടമായിരുന്നു. പിന്നെ അത് 1990-കൾക്ക് ശേഷം എങ്ങനെയാണ്, പിന്നെ ഇപ്പോൾ എങ്ങനെയാണെന്ന്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്നാലും ഒന്ന് ജസ്റ്റ് സമ്മപ്പ് ചെയ്തിട്ട് പോവാം. ഇപ്പോൾ ഏർലി ഇയേഴ്സിൽ എന്താന്ന് വെച്ചാൽ പറയുന്നത്, സോഷ്യൽ ബിഹേവിയർ വാസ് ബിലീവ്ഡ് ടു സ്റ്റെം ഫ്രം ഇൻസ്റ്റിങ്ക്റ്റ് ആൻഡ് ഇന്നേറ്റ് ടെൻഡൻസീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സോഷ്യൽ ബിഹേവിയേഴ്സ് രൂപപ്പെടുന്നത് ഇൻസ്റ്റിങ്ക്റ്റും ഇന്നേറ്റ് ടെൻഡൻസീസിൽ നിന്നും ആണെന്നാണ് ഫസ്റ്റ് കാലഘട്ടത്തിൽ നിന്ന് വിശ്വസിച്ചിരുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു മിത്തുകള്, അതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിരുന്നു. ഈ ആർട്ടിലും അതുപോലെയുള്ള എന്താ പറയാ, ഈ എന്താ പറയാ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിലായിരുന്നു ഫസ്റ്റ് വിശ്വസിച്ചിരുന്നത്. പ്രേതമുണ്ട് അങ്ങനെ. അപ്പൊ നമുക്കറിയാം സൈക്കോളജിയുടെ ഒക്കെ ഇതില് ഫസ്റ്റ് ഒക്കെ ഈ ഒരു ആൾക്ക് എന്തെങ്കിലും പ്രേതബാധ കയറിയിട്ടുണ്ട്, ആ ബാധ ഒഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ തലയോട്ടിയിൽ ദ്വാരമൊക്കെ ഒരു മിനിറ്റ്, ദ്വാരമൊക്കെ ഇട്ടിട്ട് ഉണ്ടായിരുന്ന ഒരു ഇതുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഈ നമ്മളെ മീറ്റിംഗ് എൻഡ് ആവുന്നു കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ കയറാം കേട്ടോ. ഇത് ഫ്രീ വേർഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ലിങ്ക് വിടാം, അപ്പോൾ നിങ്ങൾ കയറിയാൽ മതി. അപ്പോൾ കഴിവതും ഞാനിപ്പോൾ എടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു അത്. പിന്നീട് എന്താന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ഏർലി ഇയേഴ്സിൽ സ്വാധീനം ചെലുത്തിയിരുന്ന പ്രധാന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ഫ്ലോയിഡ് ആൽപോർട്ട് ആയിരുന്നു. അദ്ദേഹം സോഷ്യൽ ഫാസിലിറ്റേഷൻ ആയിരുന്നു കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത്. പിന്നെ വില്യം മെക്ഡോഗാൽ എക്സ്പെരിമെന്റേഷൻസിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. പിന്നെ മുസാഫിർ ഷെരീഫ് സോഷ്യൽ നോംസ് വെച്ചിട്ടായിരുന്നു, സാമൂഹികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ബേസ് ചെയ്തിട്ടായിരുന്നു. പിന്നെ അതുപോലെ കേർട്ട് ലിവിൻ എന്ന് പറയുന്നത് ലീഡർഷിപ്പും അതുപോലെ ഈ ലീഡർഷിപ്പും പിന്നെ ഗ്രൂപ്പ് പ്രോഗ്രഷനിലായിരുന്നു അദ്ദേഹം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. ഇനി പറയുന്നത് യൂത്ത് സ്റ്റേജ് ആയിരുന്നു. എങ്ങനെയാണ് 1948 ടു 1960-കളിലെ സോഷ്യൽ സൈക്കോളജിന്റെ യൂത്ത് സ്റ്റേജ് എങ്ങനെയായിരുന്നു എന്നാ പറയുന്നത്. ഇതിൽ സോഷ്യൽ സൈക്കോളജി സോഷ്യൽ ബിഹേവിയറിന്റെ എല്ലാ മേഖലയെ കുറിച്ചും പഠിക്കാൻ ശ്രമിച്ചു തുടങ്ങിയിരുന്നു. പിന്നെ ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻസ്റ്റിങ്ക്ച്വൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് എന്നതിലുപരി തോട്ട്ഫുള്ളും പേർപ്പസ്ഫുള്ളും ആയിട്ട് മനസ്സിലാക്കാൻ, അതിൽ എന്തെങ്കിലുമൊക്കെ ചിന്തകൾക്ക് നമുക്ക് ചിന്തിക്കാനും മനുഷ്യന്റെ ബിഹേവിയേഴ്സിനെ കുറിച്ചും അവന്റെ തിങ്കിങ്ങിനെ കുറിച്ചൊക്കെയാണ് പിന്നെ അവര് മെയിനായിട്ട് പഠിക്കാൻ ശ്രമിച്ചു തുടങ്ങിയത്. ഇതിൽ കേർട്ട് ലിവിന്റെ എക്സ്പെരിമെന്റൽ വർക്ക് ഈ ഫീൽഡിൽ തന്നെ കൂടുതൽ വികസിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത്. പിന്നെ ലയൻ ഫെസ്റ്റിംഗർ കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറിയും ഈ ഒരു സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു മെച്യൂർ ഫീൽഡ് ആയിട്ടുള്ള 1970 ടു 1980 എങ്ങനെയാണ് നാം നോക്കുന്നത്. ഈ ഒരു സമയത്ത് വളരെ വേഗത്തിൽ ഡെവലപ്പ് ചെയ്തൊരു ഈ ഒരു സോഷ്യൽ സൈക്കോളജി ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തൊരു സമയമാണിത്. അത് ഏറ്റവും പെട്ടെന്ന്
ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അതിൽ കൂടുതൽ ടോപ്പിക്കുകളൊക്കെ എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ എങ്ങനെയുള്ള ടോപ്പിക്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ആട്രിബ്യൂഷൻ, ജെൻഡർ ഡിഫറൻസ്, എൻവയോൺമെന്റൽ സൈക്കോളജി തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ച് അതിനൊക്കെ രൂപം കൊടുത്തത് ഈ ഒരു സമയത്താണ്, കൂടുതൽ വികസിച്ച് വന്നത്. കൂടുതൽ ഭാഗങ്ങൾ ഇതിലേക്ക് ചേർത്തത് ഈ ഒരു സമയത്താണ്. ഇത് തന്നെ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ്സും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും പോലുള്ളതൊക്കെ വികസിച്ച് വരുന്ന മേഖലകളിൽ ഇത് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞു. ഇങ്ങനത്തെ ഏരിയാസ് ലൈക്ക് എങ്ങനത്തെ ഏരിയ എന്ന് വെച്ചാൽ ഹെൽത്ത്, ലോ, വർക്ക്, എഡ്യൂക്കേഷൻ, പോപ്പുലേഷൻ സ്റ്റഡീസിലൊക്കെ ഇതിന് കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു. സാമൂഹികമായിട്ടുള്ള പല ഫീൽഡിലും പ്രത്യേകമായിട്ട് ഒരു സ്വാധീനം കൊടുക്കാൻ ഈ ഒരു മെച്ചൂറിങ് ഫീൽഡിലാണ് കഴിഞ്ഞത്. ഇനി 1990 അതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇതൊരു കൊഗ്നിറ്റീവ് പെർസ്പെക്റ്റീവിലുള്ളൊരു ഇൻഫ്ലുവൻസ് ആയിട്ട് തന്നെ തുടർന്നു. പിന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലുള്ള ഇൻട്രസ്റ്റ് ഇതിൽ കൂടുകയാണ് ചെയ്തത്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് ഉണ്ടായി. പിന്നെ സോഷ്യൽ ബിഹേവിയേഴ്സിൽ വികാരങ്ങൾക്ക്, നമ്മുടെ വികാരങ്ങൾ, ഇമോഷൻസിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. ഈ ഒരു കാലഘട്ടത്തിൽ ഇമോഷൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയത്. ഇമോഷൻസ് ബേസ് ചെയ്ത് എങ്ങനെ ആളുകൾ ബിഹേവ് ചെയ്യുന്നു എന്ന്, സോഷ്യൽ സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നാണ് ഈ ഒരു സമയത്ത് അവർ നോക്കിയത്. പിന്നെ വെച്ചാൽ പൊതുവായിട്ടും ഇപ്പോൾ ഒരു യൂണിവേഴ്സല് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ആയിട്ടുള്ള സോഷ്യൽ ബിഹേവിയർ ഉള്ള സമയത്ത് ഉണ്ടാവുന്ന സമയത്ത് എന്താണ് സോഷ്യലും പിന്നെ സോഷ്യലായും അതുപോലെ സോഷ്യൽ ബിഹേവിയേഴ്സ് പഠിക്കുന്ന ഒരു മൾട്ടി കൾച്ചറൽ പേഴ്സ്പെക്റ്റീവ്സ് വികസിച്ച് വന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി ഈ ഒരു സമയത്തെ കറന്റ് ട്രെൻഡാണ് ഉദ്ദേശിക്കുന്നത്. നിലവിലുള്ള പ്രവണതകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. സാമൂഹ്യ മനഃശാസ്ത്രത്തിന്റെ വികാസം അഥവാ എവല്യൂഷൻ നടന്നത് ഈ ഒരു സമയത്താണ്. സാമൂഹ്യ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ സോഷ്യൽ സൈക്കോളജിയുടെ വികാസം, എവല്യൂഷൻ നടന്നത് ഈ ഒരു സമയത്താണ് കൂടുതലായിട്ട്. അപ്പോൾ സോഷ്യൽ ബിഹേവിയേഴ്സിൽ ടെക്നോളജിയുടെ ഇമ്പാക്റ്റും ഈ ഒരു സമയത്ത് വന്നു. പിന്നെ ബ്രെയിനിന്റെയും സോഷ്യൽ ബിഹേവിയേഴ്സിന്റെയും ഇടയിലുള്ള ബന്ധം എക്സ്പ്ലോർ ചെയ്യുന്നതിന് ന്യൂറോ കോഗ്നിറ്റീവ് പ്രോസ്പെക്റ്റീവ്സ് കൂടുതലായിട്ട് ഈ ഭാഗത്ത് യൂസ് ചെയ്തു. അപ്പൊ അങ്ങനെ നമ്മൾക്കറിയാം ന്യൂറോ കോഗ്നിറ്റീവ് പ്രോസ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ സോഷ്യൽ സൈക്കോളജി, ആ ഒരു ബ്രെയിനിലെ പ്രവർത്തനങ്ങൾ സൈക്കോളജി എന്ന പോലെ തന്നെ സോഷ്യൽ സൈക്കോളജിയും ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഒത്തിരി കാര്യങ്ങൾ കണ്ടെത്താനും പഠിക്കാനും പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സോഷ്യൽ സൈക്കോളജി ആൻഡ് അതർ ഡിസിപ്ലിൻസ് ആണ്. സോഷ്യൽ സൈക്കോളജി മറ്റുള്ള ഫീൽഡുമായിട്ട് എങ്ങനെയാണ് ബന്ധം എന്നാണ് നോക്കാൻ പോകുന്നത്. സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്നത് പ്രധാനമായിട്ടും വ്യക്തികൾ എങ്ങനെ ഗ്രൂപ്പുകളിലും സമൂഹത്തിലും പൊരുത്തപ്പെടുന്നു എന്നതും പിന്നെ ഇവയുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണെന്നുമാണ് പഠിക്കുന്നത്. ഇതിൽ സോഷ്യോളജി, ആന്ത്രോപോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സോഷ്യോ ലിംഗ്വിസ്റ്റിക് പോലുള്ള സാമൂഹ്യ ശാസ്ത്ര മേഖലകളോട് റിലേറ്റായും അതുപോലെ യുണീക്കായും പൊതുവായുള്ള സമാനതകളും വ്യത്യാസങ്ങളും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പറയുന്നത് സോഷ്യൽ സൈക്കോളജി മെയിൻ ആയിട്ടും ഗ്രൂപ്പുകളുടെ ഒരു സൊസൈറ്റിയുടെ ഒക്കെ എന്താണ് പറയാ, സമൂഹത്തിലൊക്കെ ഉള്ള പൊതുവായിട്ടുള്ള അവരുടെ ഇൻഫ്ലുവൻസ് എന്താണ്, അത് എന്താന്ന് വെച്ചാൽ മറ്റുള്ള ഫീൽഡുകൾ വെച്ച് നോക്കുകയാണ്. സോഷ്യോളജി, ആന്ത്രോപോളജി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ സോഷ്യോ ലിംഗ്വിസ്റ്റിക്, ഇത്തരത്തിലുള്ള സയൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസിപ്ലിൻസ് ഇതൊക്കെ മറ്റ് പല സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ്. നമുക്കറിയാം സോഷ്യോളജി ഒരു സ്റ്റഡിയാണ്, ആന്ത്രോപോളജി ഒരു സ്റ്റഡിയാണ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ഇതൊക്കെ വെവ്വേറെ ഫീൽഡുകളാണ്. ഇതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് സോഷ്യൽ സൈക്കോളജി, ഇതിനൊക്കെ റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു 3 ലെവൽ ഓഫ് അനാലിസിസ് ഉണ്ട്.
അപ്പോൾ സൊസൈറ്റൽ ലെവലാണ് 3 ലെവൽ ഓഫ് അനാലിസിസിൽ ഫസ്റ്റ് വരുന്നത്. ഇതിൽ പൊതുവായും മായിട്ടുള്ള എന്താ പറയാ ശക്തികൾക്ക് സമൂഹത്തിൽ ഉന്നമനത്തിൽ നിൽക്കുന്ന ആളുകൾ എന്താണ് സോഷ്യൽ ആയിട്ടുള്ള ഫോക്കസ് ആണ് കൊടുക്കുന്നത്. സോഷ്യൽ പാറ്റേൺസിനും കൂടെ അവര് പ്രത്യേകമായിട്ടുള്ള മാതൃകകൾ, ഇപ്പോൾ പ്രത്യേക സ്ഥാനമുള്ളവർക്കും അതുപോലെ മായിട്ടുള്ള ഒരു ഘടനയുള്ള ഇതിനാണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് നൽകുക സൊസൈറ്റൽ ലെവലിൽ. പിന്നെ സോഷ്യോളജിസ്റ്റ്, അതുപോലെ എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് തുടങ്ങിയവർ ഇത് ഉപയോഗിച്ച് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്കും എക്സ്പീരിയൻസും ബിഹേവിയറിന്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ഇവിടെ പറയുന്നത്. ഇനി വരുന്നത് ഇൻഡിവിജ്വൽ ലെവലാണ്. ഇൻഡിവിജ്വൽ ലെവലിൽ ഒരു വ്യക്തിയുടെ യുണീക്ക് ട്രേറ്റ്സും ലൈഫ് ഹിസ്റ്ററി ഇൻഫ്ലുവൻസും എങ്ങനെ അവരുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നു എന്ന് ആണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ യുണീക്ക് ട്രേറ്റ്സും ലൈഫ് ഹിസ്റ്ററി ഇൻഫ്ലുവൻസും, അയാളുടെ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടാവും, അതുപോലെ അവരുടെ ലൈഫിലെ ഹിസ്റ്ററിയും എങ്ങനെ അവരുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നു എന്നാണ് ഈ ഒരു ഭാഗത്ത് പരിശോധിക്കുന്നത്. പിന്നെ സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഈ ലെവൽ യൂസ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയേഴ്സ് ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ ചേഞ്ച് ആകുന്നു എന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ഇപ്പോൾ ഇനി പറയുന്നത് കമ്പൈനിങ് സോഷ്യോളജി ആൻഡ് സൈക്കോളജിയാണ്. എങ്ങനെയാണ് സോഷ്യോളജിയും സൈക്കോളജിയും കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. സൈക്കോളജിക്കൽ സോഷ്യൽ സൈക്കോളജി പറഞ്ഞാൽ ഫിസിയോളജിക്കൽ സോഷ്യൽ സൈക്കോളജി. ഇതിൽ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലിന്റെ മെന്റൽ പ്രോസസ്സും ഇമ്മീഡിയറ്റ് സോഷ്യൽ സിറ്റുവേഷൻസിലുള്ള ബിഹേവിയറുമാണ് അവർ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഒരു മെന്റൽ സിറ്റുവേഷനും പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പോ കട്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഒന്നുകൂടെ റീജോയിൻ ചെയ്യണേ. സോഷ്യോളജിക്കൽ സോഷ്യൽ സൈക്കോളജിയാണ് ഇനി പറയുന്നത്. ഇതിൽ വ്യക്തികളുടെ സോഷ്യൽ സിസ്റ്റത്തിലുള്ള സ്ഥാനവും അവരുടെ റോൾസും ആണ് പറയുന്നത്. വ്യക്തികളുടെ സോഷ്യൽ സിസ്റ്റത്തിലുള്ള സ്ഥാനവും അവരുടെ റോൾസും. ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലും അതുപോലെ ഈ ഒരു വ്യക്തിയുടെ സോഷ്യൽ സിസ്റ്റത്തിലുള്ള